കായംകുളം നഗരസഭയിൽ ചില വാർഡുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോർന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നണികളിൽ സജീവമാകുന്നു. NDA സഖ്യത്തിന് 8 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതും ചർച്ചയായിട്ടുണ്ട്. കായംകുളം നഗരസഭയിലെ ചില വാർഡുകളിൽ മുന്നണികളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വോട്ട് ചോർന്നത് ചർച്ചകൾക്ക് വിധേയമാകുന്നു. ഇരുമുന്നണികളും ഇത് സംബന്ധിച്ച ചർച്ചകളിൽ മുഴുകുമ്പോൾ NDA സഖ്യത്തിന് 8 വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതും ചർച്ചാ വിഷയമായിട്ടുണ്ട്. 10 വർഷത്തെ ഭരണത്തെ UDF കടപുഴക്കിയതിനെക്കുറിച്ചുള്ള ഗൗരവ സ്വഭാവമുള്ള അവലോകനമാണ് LDFൽ കൊഴുക്കുന്നത്. CPM അവലോകന യോഗങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. CPIയിലും വിലയിരുത്തൽ ആരംഭിച്ചിട്ടുണ്ട്. UDFലാകട്ടെ മുസ്ലിം ലീഗിനുണ്ടായ നഷ്ടവും കോൺഗ്രസിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് കണ്ടയാളും മുൻ ചെയർമാൻ, മുൻ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളും പരാജയപ്പെട്ടതും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. കാക്കനാട്ടെ 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തും UDF സ്ഥാനാർത്ഥി 5ാമതുമാണ് എത്തിയത്. ഇവിടെ LDFൽ നിന്നും കേരള കോൺഗ്രസ് എമ്മും UDFൽ നിന്നും CMPയുമാണ് മത്സരിച്ചത്. എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാബുജിയാണ് വിജയിച്ചത്. LDF UDF സ്ഥാനാർത്ഥികൾക്കാകട്ടെ 82ഉം 46ഉം വോട്ടുകളുമാണ് ലഭിച്ചത്. ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തും മറ്റൊരു സ്വതന്ത്രൻ 3ാം സ്ഥാനത്തും എത്തി. CPM ലോക്കൽ കമ്മിറ്റി അംഗം വിമതനായി മത്സരിച്ച എരുവ ക്ഷേത്രം വാർഡിൽ LDFൽ നിന്നുള്ള CPI സ്ഥാനാർത്ഥിക്ക് 38 വോട്ടാണ് ലഭിച്ചത്. ഇവിടെ UDFനായിരുന്നു വാർഡ് ലഭിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം വിമതനായി മത്സരിച്ചപ്പോൾ 275 വോട്ടുകൾ നേടാനുമായി. പെരിങ്ങാലക്കിഴക്ക് 20ാം വാർഡിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി 94 വോട്ടുമായി 5ാം സ്ഥാനത്തെത്തിയതാണ് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.